ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുൻ ദേവസ്വം ബോർഡ് അംഗം ശങ്കരദാസും പുറത്തിറങ്ങിയതോടെ പ്രതികളെല്ലാം നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടു. കേരളത്തിനകത്തും പുറത്തുമായി ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ടും കേസിലെ മുഖ്യപ്രതിയെ കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് SIT ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് മുഴുവൻ പ്രതികളുടെയും ജയിൽ മോചനത്തിന് വഴിവെച്ചു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട്. പ്രശാന്ത്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഓൾ ഔട്ട്. അങ്ങനെ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഒരു തുമ്പുമില്ല, ഒരു തെളിവുമില്ല. മുഖ്യപ്രതി എവിടെ? ആ ചോദ്യത്തിന് ഉത്തരവുമില്ല. കേന്ദ്ര ഏജൻസികളൊക്കെ വന്നു, അവരുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിൽ മാത്രം ഇനി പ്രതീക്ഷ വെച്ചാൽ മതിയല്ലേ നമ്മൾ? അശ്വതി, കൊണ്ടുപിടിച്ചുള്ള അന്വേഷണമായിരുന്നു സംസ്ഥാനത്ത് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ നടന്നത്. പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുന്നു. കേരളത്തിനകത്തും പുറത്തും, അതായത് തമിഴ്നാടും കർണാടകവും അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിൽ പഴുതടച്ചുള്ള അന്വേഷണം നടത്തുന്നു. മാത്രമല്ല പലരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു. ഇങ്ങനെ വലിയ അന്വേഷണങ്ങളാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നടന്നത്. എന്നാൽ ഈ അന്വേഷണങ്ങളൊന്നും കാര്യമായില്ല എന്ന് വേണം നമുക്കിപ്പോൾ ഇതുകൊണ്ട് മനസ്സിലാകുന്നത്. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായിട്ടുള്ള അവസാനത്തെ ആൾ കൂടി, പ്രതി കൂടി ജയിൽ മോചിതനാകുന്നു എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഇതോടുകൂടി തന്നെ കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ശങ്കർദാസാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് അംഗം ശങ്കർദാസിന് കഴിഞ്ഞ ദിവസം കോടതി ജാമ്യം നൽകിയിരുന്നു. ഇതോടുകൂടി തന്നെ കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. കുറ്റകരമായിട്ടുള്ള അനാസ്ഥ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്, SIT പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പ്രതികൾക്ക് എല്ലാവർക്കും ജാമ്യം ലഭിക്കുവാനുള്ള കാരണമായത്, ഇവരെല്ലാവരും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാരണമൊക്കെ ആയത്. കാരണം ഇത്തരത്തിൽ ഒരു വലിയ കേസ്, ശബരിമലയിലെ സ്വർണം മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസ്, അത് രണ്ട് രീതിയിൽ, ഒന്ന് വിശ്വാസപരമായിട്ടും മറ്റ് കുറ്റകൃത്യത്തിൻ്റെ കാര്യത്തിലായാലും ശരി, വളരെ ഗൗരവമർഹിക്കുന്ന ഒരു കേസാണ് ഈ കേസ് എന്നിരിക്കെ ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തുണ്ടായിട്ടുള്ള അനാസ്ഥ, അത് വളരെ കുറ്റകരമായിട്ടുള്ള അനാസ്ഥയാണ് നടന്നത്. കാരണം ഇത്തരത്തിൽ ഒരു കേസ് കൈകാര്യം ചെയ്യുന്ന രീതിയാണ് ഇതിൽ വിമർശനങ്ങൾക്ക് ഇടയാക്കിയത്. കാരണം ഇത്തരത്തിൽ ഒരു കേസിൽ അതിൻ്റെ തുടക്കത്തിൽ ഈ പ്രതികൾക്കൊന്നും രക്ഷപ്പെടാൻ കഴിയാത്ത രീതിയിലൊരു കുറ്റപത്രം, ഒരു പ്രാഥമികമായിട്ടെങ്കിലും ഒരു താൽക്കാലിക ഇടക്കാല കുറ്റപത്രം സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഈ പ്രതികളെല്ലാവരും ജയിലിൽ കിടക്കുമായിരുന്നു. എന്നാൽ അത്തരമൊരു നടപടികളിലേക്ക് ഈ ക്രൈംബ്രാഞ്ച് പ്രത്യേക അന്വേഷണ സംഘം കടന്നില്ല. ഇതാണ് പ്രതികൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആയിക്കോട്ടെ, മറ്റ് മുരാരി ബാബു ആയിക്കോട്ടെ, ഇങ്ങോട്ട് CPM നേതാക്കളായ പത്മകുമാർ അടക്കമുള്ളവർ എല്ലാവരും ജയിൽ മോചിതരാകുന്ന ഒരു കാരണം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ചിൻ്റെ അനാസ്ഥയാണ്. നിലവിൽ ഇപ്പോഴും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ തന്നെ BJP അടക്കമുള്ള ഹൈന്ദവ സംഘടനകൾ അടക്കം ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചിരുന്നു. കേസിൽ ഇടപെടൽ നടക്കുന്നുണ്ട്, CPMൻ്റെ ഇടപെടൽ നടക്കുന്നുണ്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നുണ്ട് എന്ന തരത്തിലുള്ളൊക്കെ ആരോപണങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഏകദേശം അതൊക്കെ ശരിവെക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ക്രൈംബ്രാഞ്ചിൻ്റെ നീക്കങ്ങൾ എന്ന് വേണം നമുക്ക്, അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിൻ്റെ രീതി എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. കാരണം എല്ലാ പ്രതികളും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. ഇനി കേന്ദ്ര ഏജൻസി കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിൽ ഈ പ്രതികളെല്ലാം പുറത്തേക്ക് പോയി തെളിവ് നശിപ്പിക്കുന്നതടക്കം ഇടയാക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. കാരണം ഇപ്പോഴും കണ്ടുകിട്ടാൻ സ്വർണം ബാക്കിയുണ്ട്. കാരണം ഇത്തരത്തിൽ എത്ര സ്വർണ്ണമാണോ അവിടെ നിന്നും കടത്തിക്കൊണ്ട് പോയത്, അതിൽ നിന്നും തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടേക്ക് കൊണ്ടുപോയി എന്ന കാര്യത്തിലൊന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. തെളിവുകളൊന്നും ശേഖരിക്കാൻ ക്രൈംബ്രാഞ്ചിന് കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇതിൽ വിദേശ ബന്ധം ഉണ്ടായിട്ടുണ്ടോ, വിദേശത്തേക്ക് കടത്തിക്കൊണ്ട് പോയിട്ടുണ്ടോ, ആരാണ് ഇതിന് പിന്നിൽ, ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയി എന്ന കാര്യം രേഖപ്പെടുത്തുന്നു. എന്നാൽ അത് ആർക്കൊക്കെ കൈമാറി, എങ്ങനെയാണിത് ഈ ചെലവഴിച്ചത്, എന്തൊക്കെ രീതിയിൽ മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചു, തൊണ്ടി മുതലിൻ്റെ ബാക്കി എവിടെ, അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നുണ്ട്. കാരണം അതിനൊന്നും ഉത്തരം ഇതുവരെ നൽകുവാൻ ഈ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടുമില്ല. ഇതൊക്കെയാണ് വിമർശനങ്ങൾക്കിടയാക്കുന്നത്. ഇനി ഈ അന്വേഷണം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് എങ്ങനെയാകും എന്ന കാര്യത്തിലെല്ലാം വലിയ തർക്കം നിലനിൽക്കുന്നത്. ഇതിൽ പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ ഏറെ ആണ് എന്നാണ് ഇപ്പോൾ നിലവിലെ ഈ രീതികളൊക്കെ വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതെല്ലാം ഇത്തരം കാര്യങ്ങൾക്കെല്ലാം വഴിവെച്ചത് ക്രൈംബ്രാഞ്ചിൻ്റെ തന്നെ അനാസ്ഥ തന്നെയാണെന്നാണ് വിമർശനങ്ങളായിട്ട് ഉയരുന്നത്. നമുക്കറിയാം, ശബരിമലയിലെ സ്വർണം ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നും കട്ടളപ്പാളികളിൽ നിന്നുമെല്ലാം സ്വർണം മോഷ്ടിച്ച് കടത്തുന്നു. വലിയ രീതിയിൽ അത് ഭക്തരുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചൊരു സംഭവമായിരുന്നു. CPMൻ്റെ ഭരണസമിതിയുടെ സമയത്ത് ഇത്തരത്തിൽ ഒരു വലിയ കൊള്ള, തീവട്ടിക്കൊള്ള എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വിവരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള സ്വർണ്ണ കവർച്ചയും സ്വർണ്ണക്കൊള്ളയുമൊക്കെ ആയിരുന്നു ശബരിമലയിൽ നടത്തിയത്. എന്നാൽ ആ കൊള്ള നടത്തിയവരെ കണ്ടെത്താൻ ഇതുവരെ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല എങ്കിൽ പിന്നെ എന്താണ് ഇത്രയും കാലം ഈ അന്വേഷണ സംഘം പഴുതടച്ച് അന്വേഷണം നടത്തിയതെന്നൊക്കെയാണ് ചോദ്യങ്ങളായിട്ട് ഉയരുന്നത്. ഇത്രയും കാലം അന്വേഷണം, ഏകദേശം 3 മാസത്തിലധികം വലിയ രീതിയിലൊരു പ്രത്യേക അന്വേഷണ സംഘം തന്നെ രൂപീകരിച്ചത്, പ്രത്യേക ആസ്ഥാനം രൂപീകരിച്ചു.
കേന്ദ്രീകരിച്ചിട്ട് അവിടെ അന്വേഷണം നടത്തുകയായിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിവിധ ആളുകളെ ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ ശരി പ്രശാന്ത്, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാൻ കഴിവില്ലാത്ത അന്വേഷണ സംഘമായോ നമ്മുടെ കേരളത്തിൽ? അതെനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വാനോളം പുകഴ്ത്തിയ അന്വേഷണ സംഘമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർ വിചാരിച്ചാൽ ഈസിയായി പ്രതികളിലേക്ക് എത്താനും കഴിയും. പക്ഷേ ഏറെക്കുറെ പ്രതികളാണെന്ന് ഉറപ്പുമാണല്ലോ, ഇവർ തന്നെയാണ് പ്രതികളെന്ന് ഉറപ്പുമാണ്. പിന്നെന്തുകൊണ്ട് ഇനിയും പ്രതികളുണ്ട്, അവിടേക്ക് എന്തുകൊണ്ട് പോകുന്നില്ല? ചോദ്യങ്ങൾ നിരവധിയാണ്. പക്ഷെ ഉത്തരം ഉണ്ടായിട്ടും മറച്ചു പിടിക്കുന്നു, രക്ഷിക്കുന്നു നമ്മുടെ സംവിധാനം. SIT-യുടെ അറസ്റ്റിൽ ഏറ്റവും അവസാനത്തെ ആളും പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇനി പ്രതികളില്ല, തെളിവ് നശിപ്പിക്കൽ മാത്രമാണ് ഇനി അവരുടെ ലക്ഷ്യം.